ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചേച്ചീൻ്റെയും ഏട്ടൻ്റെയും കൂടെ ചേച്ചീൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോവുകയാണ്. ചേച്ചീൻ്റെ കസിൻ്റെ വീട് താമരശ്ശേരിയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. ഞങ്ങളെ കൂടെ ചേച്ചീൻ്റെ വേറൊരു കസിനും ഹസ്ബൻഡും മോനും ഉണ്ട്. ഞങ്ങളിപ്പം വെണ്ണക്കാടെത്തി. ഇവിടെ ഒരു തൂക്കുപാലം കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാണ്. നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം. ഞങ്ങളിതിൽ പോകുന്ന സമയത്തൊക്കെ ഇവിടെ നിന്ന് വണ്ടി നിർത്തി ഇറങ്ങാറുണ്ട്. മഴക്കാലത്ത് തൂക്കുപാലത്തുമ്മ കൂടെ നടക്കാൻ നല്ല രസമാണ്. പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ നടന്ന് ഈ അറ്റത്തെത്തി. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് നടക്കുകയാണ്. ഞങ്ങളിപ്പോൾ താമരശ്ശേരിയൊക്കെ കഴിഞ്ഞു. ചേച്ചീൻ്റെ കസിൻ്റെ വീടെത്താനായി എന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. അവിടെ ഉള്ളവരെ ഞാൻ കണ്ടിട്ടുമില്ല, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ കഴിയുമെന്നൊന്നും അറിയില്ല. ഞങ്ങൾ വീട്ടിൽ കയറി ചായയൊക്കെ കുടിച്ചു. വീടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഈ സ്ഥലം താമരശ്ശേരി കുടിക്കിലുമാരം കയ്യേരിക്കലാണ്. ഇവരെ വീടിൻ്റെ മുൻഭാഗത്ത് നിറയെ കവുങ്ങുകളും കുറേ വാഴയും പിന്നെ കുറേ നീർച്ചാലുകളും ഒക്കെ ഉണ്ട്. ഇത് ചേച്ചീൻ്റെ കസിൻസിൻ്റെ കുട്ടികളാണ്, യദുവും നന്ദുവും ദിച്ചും. പിന്നെ അവിടെ എത്തിയപ്പോൾ ചേച്ചീൻ്റെ അനിയത്തി ഞങ്ങളെ കൂടെ കൂടി. മീൻ കിട്ടലുണ്ടോ എന്തോ? മീൻ കിട്ടലുണ്ടോ? ഇവിടുന്നാണ്. എവിടെ വെള്ളച്ചാട്ടോ? ഇത് ചെറിയൊരു തോടാണ്. ഇത് ഇവിടെ അടുത്തുള്ള പുഴയിലേക്കാണ് ചെന്നെത്തുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കൊക്കച്ചെടികളുണ്ട്. അവിടെ പോയെടുത്തോ. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ കസിൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. മന്തിയോ അൽഫാമാണ് ഇന്നത്തെ ഫുഡ്. അപ്പം ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇത് കസിൻ്റെ വീട്ടിൽ വളർത്തുന്ന ആമയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ വെള്ളമുള്ള സ്ഥലങ്ങളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള മലയിലേക്കാണ് പോകുന്നത്.
ബാക്കിലേക്ക്. അവിടെ ഒരു കാല് വെക്കുക. ജീനങ്ങനെ വലിയോ ഇതിൽ തന്നെ ഇറങ്ങണം. ഈ ഭാഗത്തൊക്കെ കാപ്പിച്ചെടികൾ ഉണ്ട് കേട്ടോ. കുളത്തിലേക്ക് മഴത്തുള്ളികൾ വീഴുന്നത് കാണാൻ നല്ല രസമുണ്ട്. നല്ല നീല കളറിലുള്ള വെള്ളമാണ്. ഇത് റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിട്ടാണ് ഈ കുളം. ഇവിടെ നിറയെ റബ്ബർ തോട്ടങ്ങളാണ്. ഒരു 10-20 ഏക്കറോളം റബ്ബർ തോട്ടം തന്നെയാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലായിട്ട് ഒരു വീടുണ്ട്. ഈ വീട്ടിൽ ആൾതാമസമൊന്നും ഇല്ല എന്നാണ് അനീഷേട്ടൻ പറഞ്ഞത്. അനീഷേട്ടൻ ഞങ്ങൾക്ക് ഒരു പ്രേതാലയം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഇവിടെ ഒറ്റയ്ക്കൊരു വീട് മാത്രം ആയതുകൊണ്ടാവും. ഇങ്ങോട്ടൊക്കെ ഒറ്റയ്ക്ക് വരാൻ പേടിയാവും കേട്ടോ. അങ്ങനെയാണ്. ഇവിടെ നിറയെ റബ്ബർ തോട്ടമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരെ വേറെ വീടുകളോ ആൾക്കാരെയൊന്നും കണ്ടിട്ടില്ല. ഈ ഭാഗത്തേക്ക് അങ്ങനെ വീടും ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടേക്കൊക്കെ ഒറ്റയ്ക്ക് വരുമ്പോൾ നല്ല പേടിയാവും. അങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നൊരു സ്ഥലമാണ് ഈ ഭാഗമൊക്കെ. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു വീടൊക്കെ നല്ല രസമാണ്. നിറയെ റബ്ബറും അതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വീടൊക്കെ. പക്ഷെ ഇവിടെ നിന്നൊന്നും എന്തെങ്കിലും സംഭവിച്ചാലൊന്നും ആരും അറിയില്ല. ഇത് കൂടത്തായി പുഴയാണ്. ഇത് ഇരുവഴിഞ്ഞിപ്പുഴയിലേക്കാണ് ചെന്ന് ചേരുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ വഴികളാണ് അധികം ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. ഇനി ഇവിടെ അടുത്തൊരു അമ്പലം കൂടി ഉണ്ട്. ആ അമ്പലം കൂടി കണ്ടിട്ട് പോകാം. അമ്പലത്തിലേക്കുള്ള വഴിയാണിത്.
പാലക്കൽ ഭഗവതി ക്ഷേത്രമാണിത്. വയനാട്ടിലുള്ള പുഴമുടി നായന്മാരുടെ കുടുംബക്ഷേത്രമാണിത്. എല്ലാ വർഷവും മീനം 4-നാണ് ഇവിടെ ഉത്സവം ഉണ്ടാവാറ്. ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ആദ്യം സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ഇപ്പം സ്ത്രീകൾക്കൊക്കെ കയറാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് നാനാ മതസ്ഥരും വരും. പിന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. വൈകിട്ട് 6 മണി മുതൽ പിറ്റേന്ന് 6 മണി വരെയാണ് ഇവിടെ ഉത്സവം ഉണ്ടാവുക. ഇവിടെ ഒരുപാട് തറകളുണ്ടാവും. അത് കാണാൻ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. ഇവിടെ അന്നദാനം ഉണ്ടാകാറുണ്ട്. വൈകിട്ട് 6 മണിക്ക് കൂടത്തായി പുഴയിൽ നിന്നാണ് എഴുന്നള്ളത്ത് വരിക. ഈ അമ്പലത്തിന് ഒരുപാട് കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പഴക്കം ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറയാൻ അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഉണ്ടല്ലോ, നേരത്തെ നമ്മളൊരു വീട് കണ്ടില്ലായിരുന്നു, റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ ഞാൻ പ്രേതാലം എന്നൊക്കെ പറഞ്ഞ ആ വീട്. ഇവിടെ ഉത്സവത്തിൻ്റെ ടൈമിൽ വയനാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് നിൽക്കാനുള്ള ഔട്ട് ഹൗസാണ്. അപ്പം ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് അനീഷേട്ടൻ്റെയും പൊന്നേച്ചിൻ്റെയും വീട്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങളെ മുഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായി എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.